ഞാൻ നമ്മുടെ പെണ്ണുങ്ങളെക്കുറിച്ചുള്ള കുറേ സീക്രട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പിണങ്ങിയെന്ന് വെച്ചോ, വഴക്കിട്ടെന്ന് വെച്ചോ, നിങ്ങളുടെ എന്തെങ്കിലും കണ്ടിട്ട് ഭയങ്കരമായിട്ട് അവൾ അടിവെച്ച് പിരിഞ്ഞു. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ കൂടെ നടക്കുന്ന കണ്ടിട്ടോ, എന്തു തന്നെ ആയാലും ശരി, എന്തെങ്കിലും കണ്ട് അടിവെച്ചു എന്ന് വെച്ചാൽ പറയുമായിരിക്കും, ഇനി മേലെ നീ എന്നെ വിളിച്ച് പോരുക എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ആ പെണ്ണിനെ വേണമെങ്കിൽ, നിങ്ങളുടെ ലവറിനെ വേണമെങ്കിൽ, പൂർണ്ണമായിട്ടും വേണമെങ്കിൽ, നിങ്ങൾ ഫുള്ള് സോറി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ബ്ലോക്ക് ഇട്ടാലും ശരി, നോർമൽ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുക. നോർമൽ മെസ്സേജ് ബ്ലോക്ക് ഇട്ടാൽ ശരി, അവളുടെ പുറകെ പൊയ്ക്കൊണ്ടേയിരിക്കുക. അതായത് അവളുടെ വീട് അറിയാമെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ വെല്ലടിക്കാൻ പുറകെ പിന്നെ ടൂ വീലറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടേയിരിക്കുക. ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ അവൾക്ക് മനസ്സിലാവും പുറത്തുണ്ടെന്ന്. പിന്നെ അവളെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. അവളെ നെക്സ്റ്റ് ഡേ കാണുകയാണെങ്കിൽ അങ്ങനെ ഒരു 2-3 days ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 1 week ഒക്കെ ആകുമ്പോൾ അവളത് ക്ഷമിക്കും. മനസ്സിലായോ? ഇത് ഒരു ടിപ്പ്. പിന്നെ നിങ്ങൾ ആ തെറ്റ് റിപ്പീറ്റ് ചെയ്യരുത്. അവളോട് പറയുക, ഞാൻ ഇനി ആ തെറ്റ് ചെയ്യില്ല, സോറി, നീ അതിൽ നിന്ന് ബ്ലോക്ക് ആക്കിക്കോ എന്നൊക്കെ പറയുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ഹൈഡാക്കുന്നത് പെണ്ണുങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഹൈഡ് ചെയ്യുന്നത്, വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും വിശ്വാസമുള്ളതുകൊണ്ട് നിങ്ങളെ അവർ വിശ്വസിക്കുന്നതാണ് ഹൈഡ് ചെയ്തിട്ട്. നിങ്ങളപ്പോൾ അത് മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. ആൺപിള്ളേരുടെ ഹോർമോണെന്ന് വെച്ചാൽ എനിക്കറിയാം, നിങ്ങളുടെ ഹോർമോണെന്ന് വെച്ചാൽ എറിയുമ്പം പിള്ളേരെ കാണുമ്പോൾ നിങ്ങൾക്ക് വായി നോക്കാൻ തോന്നും. അപ്പോൾ അത് പിടിക്കാതെ നിങ്ങളത് വേറൊരു പെണ്ണിനെ നിങ്ങൾ ചീറ്റ് ചെയ്യുന്ന പോലെയാണ്. മനസ്സിലാവുക? ആ പെണ്ണിനെ കൂടെ നിങ്ങൾ ചീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു അട്രാക്ഷൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു അട്രാക്ഷൻ അവിടെ നിന്ന് വിടുക. മനസ്സിലായോ? വെറുതെ അതിനെ വിളിച്ച് അതിനെ ഒരു വാക്ക് കൊടുക്കാണ്ടിരിക്കുക. ആ പെണ്ണിനെ കൂടെ ചീറ്റ് ചെയ്യില്ല. ആ പെണ്ണ് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് വരുന്നത്. മനസ്സിലായോ? സ്നേഹിക്കാൻ വരുന്നത്. വെറുതെ എന്തിനാ? ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ അടുത്തൊരു പെണ്ണുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരു പെണ്ണിനെ അടുത്തേക്ക് പോകരുത്. അവസാനം ഇവളും ഇല്ലാണ്ടാവും, അവളും ഇല്ലാണ്ടാവും. അവൾ കഥ അറിയുമ്പം അവളും നിന്നെ വിടും. അപ്പോൾ ഏത് പെണ്ണിനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം, ആ പെണ്ണിനെ തന്നെ ഫോളോ ചെയ്യാൻ കഴിവതും നിങ്ങൾ ആൺപിള്ളേരെ നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അറിയില്ല എന്ന്. പെണ്ണുങ്ങൾ CBIയേക്കാളും ബുദ്ധിയും പിന്നെ കഴിവുമുള്ളവരാണ് പെണ്ണുങ്ങൾ. മനസ്സിലായോ? അതും അവർ ഇമോഷണലി അവർ ചങ്കിൽ ഇങ്ങനെ സ്നേഹിക്കുന്ന പെണ്ണാണെങ്കിൽ, ആണിനെയാണെങ്കിൽ ആ ആണിൻ്റെ ഓരോ മൈന്യൂട്ടായ കള്ളത്തരവും സ്നേഹിക്കുന്ന ഒരു പെണ്ണിന് മനസ്സിലാവും. അതിപ്പോൾ ലവറായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ, അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ. പക്ഷെ പെണ്ണ് ചെയ്യുന്ന കള്ളത്തരം നിങ്ങൾ എങ്ങനെയൊക്കെ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വരില്ല. നിങ്ങൾ വേറെ സംശയം വെച്ചുകൊണ്ടിരിക്കാവുന്നേ ഉള്ളൂ. ചെയ്യാത്ത പെണ്ണുങ്ങളെ നിങ്ങൾ സംശയിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എന്നാലോട്ട് അവർ ചെയ്യാനും പോകുന്നില്ല. മനസ്സിലായോ? ഒരാണിനെ അവർ ഭയങ്കരമായിട്ട് പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ അത് തന്നെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. ഇപ്പോൾ വേറൊരു ചെക്കന്മാരെ നോക്കിയാൽ തന്നെ അവർക്ക് വേറൊരു ഫീലിങ്സൊന്നും തോന്നില്ല. കാരണം അവരുടെ മനസ്സിൽ, അവരുടെ ചങ്കിൽ നിങ്ങളിരിക്കുകയല്ലേ. അപ്പോൾ അവർ വേറെ ആണുങ്ങളെ അങ്ങനെ നോക്കാൻ പോവില്ല. കാരണം അവർ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ചെക്കനുണ്ടല്ലോ എന്നുള്ള ആ ഒരു ലെവലിലാണ് അവരുടെ മൈൻഡ് മൊത്തം. ഒരു ചെക്കനോട് സ്നേഹം തോന്നുമ്പോൾ, ഇനി ഇപ്പോഴത്തെ ജനറേഷനാണ് എനിക്കറിയില്ല, അവർ ചിലപ്പോൾ നോക്കുമായിരിക്കാം വേറെ ചെക്കന്മാരെയൊക്കെ. പക്ഷേങ്കിൽ അത് കഴിയുമ്പോൾ അവരങ്ങ് മറക്കുമായിരിക്കും. കാരണം ഓൾറെഡി ഒരു ചെക്കൻ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് അങ്ങനെയാണ്, നിങ്ങൾ മനസ്സിലുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞവർക്കെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ആയിക്കഴിഞ്ഞാൽ അവരൊരിക്കലും പിന്നെ എൻ്റെ ഭർത്താവ്, സ്നേഹിക്കുന്ന നല്ലൊരു ഭർത്താവാണെങ്കിൽ ഒരിക്കലും ഒരാണിനെ ഒരു കണ്ണോടുകൂടി കാണുകൂടിയില്ല. മനസ്സിലായോ? അത്ര ഇതാണ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും. അത്രയും നിങ്ങളെ ജീവന് തുല്യമാണ് പെണ്ണുങ്ങൾ ആണുങ്ങളെ സ്നേഹിക്കുന്നത്. അപ്പം നിങ്ങളത് അറിയാതെ പോകരുത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ വേറൊരു പെണ്ണിനോടൊക്കെ തോന്നിയിരിക്കാം, അഫെയർ തോന്നിയിരിക്കാം. അത് സ്വാഭാവികമാണ്. നിങ്ങൾ പിടിക്കപ്പെടുമെന്നുള്ള കാര്യം 99% നിങ്ങൾക്കൊരു ചിന്ത വേണം. ഭാര്യ അത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം താറുമാറാവും. അതുകൊണ്ട് പിടിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ പോകുന്നവരോടും ചെയ്യുന്നവരോടും എനിക്കൊന്നും പറയാനില്ല. 99% പെണ്ണുങ്ങൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പാസ്വേഡ് അറിയില്ല, എൻ്റെ പാസ്വേഡ് അവർക്ക് അറിയില്ലല്ലോ, പിന്നെ ഇവളെങ്ങനെ തപ്പിയെടുക്കാനാണെന്നൊക്കെ വിചാരിക്കും. അത് നിങ്ങളുടെ തോന്നലാണ്. നിങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ അവർ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പാസ്വേഡ് അറിയാം. അവർ ഭയങ്കര ബുദ്ധിയാണ്. ഭാര്യമാരായാലും ലവേഴ്സായാലും അവർ നിങ്ങളുടെ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങളെക്കുറിച്ച്.
കാരണം നിങ്ങളെ വളയ്ക്കാൻ തന്നെ അവരവരുടെ ഫ്രണ്ട്സിനെയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ? എടി ഇവനെ ഒന്ന് നോക്കണം, എൻ്റെ കെട്ടിയവനൊന്ന് നീ വളച്ച് നോക്കണം, വളയുന്നുണ്ടോ എന്നൊക്കെ. അതാണ് പെണ്ണിൻ്റെ മനസ്സ്. പിന്നെ നീ വളച്ച് നോക്കണം. അങ്ങനെ 5-6 പെൺപിള്ളേരെ കൊണ്ട് വളപ്പിക്കും, അല്ലെങ്കിൽ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അവർ വളയ്ക്കാൻ നോക്കും. നിങ്ങളെ ഇങ്ങനെ അവർ വളയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ പരമാവധി ഒരു പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണിൽ ഒതുങ്ങിക്കൂടുന്നതായിരിക്കാം നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ വിചാരിക്കും ഓ ഇവള് ഫോട്ടോ വേറെ പെണ്ണ് എനിക്ക് ചാറ്റ് ചെയ്യോ എന്നോട് ഭയങ്കര ഇഷ്ടം, ആന ക്രൈസ് ആന കുതിരയെന്ന് വിചാരിക്കും. നിങ്ങളുടെ ഒരു സ്റ്റേജിൽ കൊണ്ടെത്തിച്ചിട്ട് അവസാനം അവൾ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആര് ഫൂളായി? നിങ്ങൾ ഫൂളായി. അപ്പോൾ നിങ്ങൾ ആൺപിള്ളേർ പരമാവധി ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ലവറോ ഒരു പിന്നെ കെട്ടിയവനോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് ഭാര്യ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വേണം, ഒരുപാട് ആലോചിച്ച് സൂക്ഷിച്ച് വേണം അടുത്ത അഫെയറിലേക്ക് പോകാനും വേറെ പെണ്ണുങ്ങളായിട്ട് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റിന് പോകാനും. ഇത് കണ്ടുപിടിക്കാൻ കഴിവ് CBIയേക്കാളും കഴിവ് ഭാര്യമാർക്കുണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അടുത്ത ടിപ്പായിട്ട് ഇപ്പോൾ വരാം.